നമസ്കാരം. എല്ലാവർക്കും ശ്രീ കൃഷ്ണകൃപ ചാനലിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു കഥയാണ്. നമ്മുടെ എല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥ. കർമ്മം എന്നൊന്നുണ്ട്. കർമ്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് കർമ്മം. ആ കർമ്മവുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. തിരക്കുള്ള ഒരു പട്ടണം, അതിൻ്റെ സമീപത്തായിട്ടുണ്ട് ഒരു ചായക്കട, സാധാരണ ഒരു കട. പക്ഷേ അവിടെ ഉച്ചനേരമാകുമ്പോൾ ഊണിനൊക്കെ ഭയങ്കര തിരക്കാണ്. കാരണം നല്ല ഭക്ഷണമാണ്. അപ്പം തൊട്ടടുത്ത പട്ടണത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. വളരെ മിതമായ നിരക്കിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ തിരക്കെന്ന് പറഞ്ഞാൽ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഉള്ള തിരക്കുള്ള ഒരു സമയം നോക്കിയിട്ട് എന്നും ആ കടയിലേക്കൊരു മനുഷ്യൻ ഈ തിരക്കിൻ്റെ കൂടെ കടന്നു വരും. എല്ലാവരും ഇരിക്കും പോലെ ഇരുന്ന് തിടുക്കത്തിൽ ഭക്ഷണം ഇതിൻ്റെ കൂട്ടത്തിലിരുന്ന് കഴിക്കും. ആരും അറിയത്തില്ല, തിടുക്കത്തിലിരുന്ന് ഭക്ഷണം കഴിക്കും. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എല്ലാ ദിവസവും ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ ഈ ദിവസവും ഇയാളിതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആദ്യമൊന്നും ആരും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ സ്ഥിരമായിട്ട് ആ കടയിൽ പോയി ആഹാരം കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഒരാൾ ഇത് ദിവസവും ഇയാളിങ്ങനെ കടയിൽ വരുന്നതും പെട്ടെന്ന് കഴിച്ചിട്ട് ഈ തിരക്ക് കൂടുന്ന സമയത്ത് ആരും കാണാതെ ഇറങ്ങിപ്പോകുന്നതുമൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആൾ കാണുന്നുണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തു? അതുപോലെ ആ കടയുടെ ഉടമയോട് എന്ന് പറയുകയാണ്. പറഞ്ഞപ്പോൾ കട ഉടമ അത് അത്ര വലിയ സംഭവമല്ല എന്നുള്ള മട്ടിൽ, ഇയാൾ വലിയ കാര്യമായിട്ടാണ് ചെന്ന് പറയുന്നത്. നിങ്ങളുടെ കടയിൽ നിന്ന് ദിവസവും ഇങ്ങനെ ഒരാൾ വന്ന് നിങ്ങളെ പറ്റിച്ചു കൊണ്ട് പോകുന്നുണ്ട്, ആഹാരം കഴിച്ചു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ മനുഷ്യൻ അതത്ര ഗൗരവത്തിലെടുക്കുന്നില്ല, കട ഉടമ. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല പലരും എന്നോട് വന്ന് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾ ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകുന്നത് ഞാൻ അറിയുന്നുണ്ട്. എന്നാൽ അതെന്നെ അലട്ടുന്ന ഒരു വിഷയമല്ല. കാരണം ഒരുപക്ഷെ അയാളുടെ വിശപ്പിൻ്റെ വിളിയാകാം ഈ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നത്. ആ വിശപ്പിൻ്റെ വിളി തന്നെയാകും ഇന്ന് ഈ ഹോട്ടൽ ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കാരണമായിട്ടുള്ളതും. ഇത്രയും തിരക്കുള്ള ഈ ഹോട്ടലിൽ നിന്ന് ഒരാൾ സൗജന്യമായിട്ട് കഴിച്ചു എന്ന് പറഞ്ഞ് അതൊരു പ്രശ്നമേ അല്ല. എന്നിട്ട് ആ കടയുടമ പറയുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബമൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ദിവസവും ഈ കടയിലെ വരുമാനം കൂടുന്നേ ഉള്ളൂ, കുറയുന്നില്ല. ദിവസവും അത് കൂടിക്കൊണ്ടായിരിക്കുന്നത്. അത് ഇങ്ങനെ വരുമാനം കൂടുന്നത് എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ ഒന്നും പ്രാർത്ഥന കൊണ്ടല്ല. ഒരുപക്ഷെ ഇങ്ങനെ വന്ന് സൗജന്യമായി ഭക്ഷണം കഴിച്ച് ആരും കാണാതെ പോകുന്ന ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയും അതിനൊരു കാരണമാകാം. ഒരിക്കലും ഈ സ്ഥാപനം അടച്ചുപൂട്ടി പോകരുതേ എന്ന് അയാൾ നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഏത് ദൈവത്തിലാണോ അയാൾ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനോട് ഒരുപക്ഷെ അയാൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും. ദിവസവും അയാൾക്കുള്ള ഭക്ഷണം ഇവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ടാണല്ലോ ഈ കട പൂട്ടിപ്പോകരുതേ എന്ന് അയാൾ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് അയാളോട് വളരെ നന്ദിയും കടപ്പാടുമാണുള്ളത്. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ സഹായിക്കുന്നു എന്ന് കരുതുന്നവരാകാം ചിലപ്പോൾ നമ്മുടെ സഹായികളായി വരുന്നവർ. പ്രത്യക്ഷത്തിൽ അവർ നമുക്ക് അപരിചിതരാണ്. പേരെഴുതിയും പ്രദർശിപ്പിച്ചും സഹായിക്കുന്നവരെ മാത്രമേ നമ്മൾ ഈ കാലത്ത് തിരിച്ചറിയാറുള്ളൂ. എന്ത് സഹായം ചെയ്താലും അതിൻ്റെ ക്രെഡിറ്റ് പറഞ്ഞ് ചെയ്യുന്നവർ മാത്രം. എന്നാൽ അദൃശ്യമായിട്ട് സഹായിക്കുന്ന ആൾക്കാരുമുണ്ട്. നമുക്കറിയാം, വീട്ടിൽ സാധാരണയായിട്ട് ആദ്യം ഉറക്കെഴുന്നേൽക്കുന്ന ആളായിരിക്കാം വീട്ടിലെ മറ്റുള്ളവർ എണീറ്റ് വരുന്ന മറ്റുള്ളവർക്ക് വേണ്ടി. അത് മിക്കവാറും വീട്ടിലെ അമ്മമാരായിരിക്കും. മറ്റുള്ളവർ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും. ചായ ഇടുകയോ കാപ്പി ഇടുകയോ അങ്ങനെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ആദ്യം എഴുന്നേൽക്കുന്ന ആൾ ചെയ്യുന്നുണ്ടാകും. ഇതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ.
സ്ഥിരം സഞ്ചരിക്കുന്ന വഴിയിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു മാർഗതടസ്സം, അത് മുൻപേ പോയ ആരെങ്കിലും നീക്കിയതാകാം പിന്നാലെ പോകുന്ന നമ്മുടെയൊക്കെ യാത്ര സുഖകരമാകുന്നതിന് കാരണം. ഏതെങ്കിലും ഒരാളുടെ പ്രാർത്ഥനയിൽ ഇടം പിടിച്ചതുകൊണ്ടായിരിക്കണമല്ലോ ഇത്ര കാലം നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ സമാധാനമായിട്ട് അനായാസം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ സഹായിച്ചിട്ടുള്ളവരുടെ പട്ടികയും അവരിൽ നന്ദികേട് കാണിച്ചിട്ടുള്ളവരുടെ പ്രത്യേക പട്ടികയും തയ്യാറാക്കി സ്വയം നോക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും തണലായവരെക്കുറിച്ചുള്ള വീണ്ടും വിചാരം കൂടി നമുക്കുണ്ടാകുന്നത് നന്നാണ്. ഒരു പക്ഷേ കാരണമൊന്നുമില്ലാതെ വെറുതെ കണ്ടുമുട്ടുന്ന ഒരാളാണെങ്കിൽ പോലും അവരുടെ സംഭാഷണം കൊണ്ട് നമ്മളിൽ കുറേയേറെ ആത്മവിശ്വാസം പകർന്നിട്ടുണ്ടാകും. അങ്ങനെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾ പോലും കടന്നു വരാത്ത ഒരു ജീവിതമെന്ന് പറയുന്നത് എത്ര നിരാശാജനകമായിരിക്കും. ആരും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഐശ്വര്യത്തിൻ്റെ വിത്തുകൾ പാകി കടന്നു പോകുന്ന ആൾക്കാരെ തിരിച്ചറിയാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ നമ്മളിലെ മനുഷ്യത്വം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തുകയുള്ളൂ. കൊട്ടിഘോഷിച്ച് നടത്തുന്ന 1000 പുണ്യപ്രവൃത്തികളെക്കാൾ മഹനീയമാണ് അത് ചെയ്യുന്നവർ പോലും അറിയാതെ ചെയ്തു കൊടുക്കുന്ന ചില സഹായങ്ങൾ, സ്വാഭാവികമായ നന്മകൾ. അങ്ങനെയുള്ള സ്വാഭാവിക നന്മകൾ എന്ന് പറയുന്നത് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതാണ്. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്നല്ലേ പറയാറ്? താൻ പോലും അറിയാതെ തന്നിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം നന്മയാണെന്നുണ്ടെങ്കിൽ എത്ര അനുഗ്രഹീതമാകും ഓരോരുത്തരുടെയും കർമ്മങ്ങൾ. കർമ്മങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അവനവൻ്റെ കർമ്മഫലം എന്താണോ അത് അനുഭവിക്കാതെ നമ്മൾ ഈ ഭൂമി വിട്ട് പോവുകയുമില്ല. എല്ലാ പുരാണങ്ങളിലും ഊന്നിപ്പറയുന്നൊരു സത്യമാണിത്. കർമ്മങ്ങൾ സത്കർമ്മങ്ങളായാൽ അത് കൊട്ടിഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അല്ലാതെ സത്കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ അതുതന്നെയായിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തി. അതിന് പകരമായി ഈശ്വരനിൽ നിന്ന് ഒരു പ്രതിഫലവും നിങ്ങൾ ഇച്ഛിക്കണ്ട. അത് യഥാസമയം ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അതാണ് പ്രകൃതിയുടെ നിയമം. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു.